നമസ്കാരം. പതിവിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മ യോഗത്തിൽ സംഭവിച്ചത്. പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞവരടക്കം എല്ലാവരും രാജിവെക്കുകയായിരുന്നു. രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ അഡ്ഹോക്ക് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയായിരുന്നു. പിന്നീട് ഇനി ഈ സംഘടനയിൽ തുടരില്ലെന്നും അംഗത്വം തന്നെ റദ്ദാക്കുന്നുവെന്നുമായിരുന്നു ശ്വേതാ മേനോൻ പറഞ്ഞത്. അൻസിബയുടെ ഒരു ഒറ്റ ചോദ്യത്തിലാണ് എല്ലാം നടന്നത് എന്നായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത താരങ്ങൾ പറഞ്ഞത്. ചെയ്യേണ്ട ഉത്തരവാദിത്തം കൃത്യമായിട്ട് ചെയ്യണമല്ലോ. റിപ്പോർട്ട് കൃത്യമായി വന്നില്ല, കണക്കും കൃത്യമായിരുന്നില്ല. കണക്കും റിപ്പോർട്ടും അംഗീകരിക്കുക, ഇത് രണ്ടും നടക്കില്ലെന്ന് ഭരണവീഴ്ചയായി വിലയിരുത്തപ്പെടുമെന്നും അവർ പറഞ്ഞിരുന്നു. അഡ്ഹോക്ക് കമ്മിറ്റിയിലേക്ക് പോവും, അങ്ങനെയാണ് അമ്മയുടെ ബൈലോ എന്നുമായിരുന്നു മാലാ പാർവതി പ്രതികരിച്ചത്. ഭരണപരിചയക്കുറവാണ്, അവർക്ക് സമയം കൊടുക്കണം എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. 45 ദിവസം വേണമെന്ന് ശ്വേത പറഞ്ഞു. അതിനിടയിലാണ് അൻസിബ തെളിവ് സഹിതം കാര്യങ്ങൾ പുറത്തു പറഞ്ഞത്. ഇത് കേട്ടതോടെയാണ് ഞാനും എന്റെ ഭരണസമിതിയും രാജിവെക്കുകയാണെന്ന് ശ്വേത പറഞ്ഞത്. സാമ്പത്തിക വിഷയമായിരുന്നു ആദ്യത്തെ ചോദ്യം. സ്വജനപക്ഷപാതം ഈസി അംഗീകരിക്കാതെ ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ കുറെ ചോദ്യങ്ങളായിരുന്നു അൻസിബ ചോദിച്ചത്. അത്രയും ക്ലാരിറ്റിയോടെ തെളിവ് സഹിതമായിരുന്നു അൻസിബ സംസാരിച്ചത്. അൻസിബ സംസാരിച്ചപ്പോൾ പിൻഡ്രോപ്പ് സൈലന്റോടെ എല്ലാവരും കേട്ടിരുന്നു. കയ്യടികളോടെയാണ് ചോദ്യങ്ങളെല്ലാം തീർന്നത്. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാം നടന്നത്. മിക്കവർക്കും അവർ പറഞ്ഞത് മനസ്സിലായിരുന്നു. കണക്കിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ശ്വേതയ്ക്ക് വ്യക്തമായ മറുപടികൾ ഇല്ലാതായത്. ഈ കണക്ക് ഞാൻ ഒപ്പിടില്ലെന്ന് പറഞ്ഞ ട്രഷററും കൈയൊഴിഞ്ഞു. ഓഡിറ്ററും അംഗീകരിച്ചില്ല. ഒരു വലിയ വിഭാഗം ആളുകളും ശ്വേതയ്ക്കൊപ്പമായിരുന്നു അന്ന് നിന്നിരുന്നത്. അൻസിബ സംസാരിച്ചതോടെയാണ് അത് മാറിയത്. ആ കുട്ടിക്കെതിരെ നിലപാട് എടുക്കുന്നതൊക്കെ ആലോചനയായി നിൽക്കത്തേയുള്ളൂ. എന്തൊരു സത്യമാണ് ആ കൊച്ച് വിളിച്ചു പറയുന്നത് എന്ന് വന്നു നിന്നങ്ങോട്ട് ആർജവത്തോടെ സംസാരിക്കുകയായിരുന്നു. ശരി, പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചം വരില്ലേ? അങ്ങനെയൊരു സംഭവമായിരുന്നു ഇന്നലെ നടന്നത്. ഒരാൾക്കും ഒന്നും പറയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ആ സംസാരം. 17 പേരെ ഒന്നിച്ചു നിർത്താൻ അവർക്ക് പറ്റിയില്ല. 2 പേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ഒരാളെ ചേർത്ത് നിർത്തി അവരുടെ തീ ആളിക്കത്തിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ അൺപ്രൊഫഷണലാണ്, ബാലിശമാണ്. പണി അറിയാത്തവർ ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ. ഞാൻ മീഡിയയിലൂടെ പറഞ്ഞതാണ് ഇതെല്ലാം കുളമാക്കിയത് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. അൻസിബയുടെ പ്രശ്നം വന്നപ്പോൾ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ചേച്ചി എന്താ ഇവിടെ സംസാരിക്കുന്നത്? മാധ്യമങ്ങളിലല്ലേ സംസാരിക്കൂ എന്നാണ് ശ്വേത ചോദിച്ചത്. അവരാണ് നാളെ മാധ്യമങ്ങളെ കാണാൻ വരുന്നത്. അപ്പോൾ നമുക്കിനി മാധ്യമങ്ങളിലൂടെ യുദ്ധം ചെയ്യാം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. തുടക്കം മുതലേ അവർ വളരെ ബാലിശമായിട്ടാണ് സംസാരിക്കുന്നത്. അടുത്ത യോഗം തായ്ലാന്റിലായിരിക്കുമെന്നും എല്ലാവർക്കും ജോലി തരുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അതിലൊക്കെ എന്താണ് നമ്മൾ പറയുക? അത്രയും ഗൗരവത്തോടെ സംസാരിക്കേണ്ട കാര്യമായിരുന്നിട്ട് പോലും ഇതാണ് പറയുന്നതെന്ന് മാലാ പാർവതി പറയുന്നുണ്ട്. ഇപ്പോഴിതാ സംഘടനയിലെ പുതിയ സംഭവ വികാസങ്ങളും വിവാദങ്ങളും കുറിച്ച് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. നടൻ ഇന്നസെന്റ് സംഘടനയെ നയിക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത്രത്തോളം അമ്മ അധപ്പതിക്കില്ലായിരുന്നു എന്നാണ് ജെറി പൂവക്കല കുറിച്ചത്. കുറിപ്പ് ഇങ്ങനെയായിരുന്നു: മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയെന്ന് വാർത്തകളിൽ നിറയുന്നത് കലയുടെയോ കാർണ്യത്തിന്റെയോ പേരിലല്ല, മറിച്ച് ചേരിപ്പോരുകളുടെയും പരസ്യമായ ചെളിവാരി എറിയലുകളുടെയും പേരിലാണ്. ഒരു കാലത്ത് ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്ന ഒരു സംഘടന ഇന്ന് വെറും തല്ലുകൂടൽ കേന്ദ്രമായി അധപ്പതിക്കുമ്പോൾ മലയാളികൾക്ക് ഒരു ഒറ്റമുഖമേ ഓർമ്മ വരുന്നുള്ളൂ. അത് അമ്മയുടെ 1/4 നൂറ്റാണ്ടോളം നെഞ്ചു ചേർത്ത് പിടിച്ച് നയിച്ച ഇന്നസെന്റ് എന്ന അതികായന്റേതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ നാണം കെട്ട തല്ലുകൂടലിനിടയ്ക്ക് അമ്മയ്ക്ക് ഏറ്റവും വലിയ നഷ്ടം ഇന്നസെന്റിന്റെ അഭാവം തന്നെയാണ്. ചിരിപ്പൂക്കൾ കൊണ്ട് കോട്ട കെട്ടിയ ഇന്നസെന്റിന്റെ കാലം ഏത് വലിയ കൊടുങ്കാറ്റിനെയും ഒരു ചെറിയ തമാശയിലൂടെയോ തോളിൽ കൈയിട്ടുള്ള ഒരു സംസാരത്തിലൂടെയോ ശാന്തമാക്കാൻ കഴിയുന്ന അസാധ്യമായൊരു ഭരണപാഠവും ഇന്നസെന്റിന് ഉണ്ടായിരുന്നു. സൂപ്പർ താരങ്ങളുടെ ഈഗോയും യുവതാരങ്ങളുടെ ആവേശവും ഒരുപോലെ നിയന്ത്രിക്കുവാൻ അദ്ദേഹത്തിന് അന്ന് കഴിഞ്ഞിരുന്നു. അത് വെറും അധികാരം പ്രയോഗിച്ചായിരുന്നില്ല, മറിച്ച് എല്ലാവരെയും ഒരേ കണ്ണോടെ കണ്ട സ്നേഹം കൊണ്ടായിരുന്നു. സംഘടനയ്ക്കുള്ളിൽ എത്ര വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു നാറ്റക്കേസ് ആക്കാതെ വീട്ടുചുമരുകൾക്കുള്ളിൽ പരിഹരിക്കുവാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. നമുക്കിത് ചിരിച്ചു തീർക്കാം എന്ന അദ്ദേഹത്തിന്റെ ലൈൻ പല വലിയ പ്രതിസന്ധികളും നിസ്സാരമായി ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇന്നസെന്റ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അമ്മ എന്നത് കേവലം ഒരു സംഘടന ആയിരുന്നില്ല, മറിച്ച് എല്ലാവർക്കും തണലേകിയിരുന്ന ഒരു വലിയ തറവാടായിരുന്നു. ആ പേരിന് ഒരു പവിത്രത ഉണ്ടായിരുന്നു. പവിത്രമായ ആ നാമം ഇന്ന് തെരുവിൽ വലിച്ചിഴക്കപ്പെടുകയാണ്. എന്നാൽ ഇന്ന് ആ തറവാടിന്റെ അവസ്ഥ എന്താണ്? ഇന്നസെന്റ് കെട്ടിപ്പടുത്ത ആ പവിത്രമായ പീഠത്തിലാണ് ഇരുന്നാണ് ഇന്നത്തെ ഭാരവാഹികൾ പരസ്പരം ചെളിവാരി എറിയുന്നത്. ഈഗോയും അധികാരമോഹവും ഗ്രൂപ്പിസവും തലക്കി പിടിച്ച കുറെ പേർ ചേർന്ന് അമ്മ എന്ന സംഘടനയെ തെരുവിൽ വിചാരണയ്ക്ക് വെച്ചിരിക്കുകയാണ്.
വാർത്താ സമ്മേളനത്തിൽ വന്ന് പരസ്യമായി വെല്ലുവിളിക്കുന്നതും മാധ്യമങ്ങൾക്ക് മുന്നിൽ സംഘടനയെ നാണം കെടുത്തുന്നതുമൊക്കെ ഓർക്കേണ്ടത് ഒന്നേ ഉള്ളൂ. നിങ്ങൾ തകർക്കുന്നത് ഒരു കാലത്ത് ഒരുപാട് പേർ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അന്തസ്സാണ്. ഉള്ളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീർക്കുവാൻ കഴിയാത്ത വിധം ഇന്നത്തെ നേതൃത്വം പാപ്പരത്വം ആയി കഴിഞ്ഞു. ഇന്നസെന്റ് എന്ന വലിയ തണൽമരം ഒഴിഞ്ഞു പോയതോടെ ആർക്കും എപ്പോഴും കയറി കെട്ടാവുന്ന ഒരു ചീട്ടുകൊട്ടാരമായി അമ്മ മാറിയെന്നത് ഖേദകരമായ ഒരു വാസ്തവമാണ്. എവിടെയാണ് ആ നയതന്ത്രജ്ഞൻ? ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയോ അല്ലെങ്കിൽ പരസ്യമായി ആക്രോശിക്കുകയോ ചെയ്യുന്നതാണ് ഇന്നത്തെ രീതി. അവിടെയാണ് ഇന്നസെന്റ് എന്ന ലീഡർ പ്രശസ്തി നാം വീണ്ടും തിരിച്ചറിയുന്നത്. എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളും അദ്ദേഹം മാധ്യമങ്ങളെ നേരിട്ടത് കൃത്യതയോടെയാണ്. ചോദ്യങ്ങളെയും തമാശയിൽ മുക്കി മറുപടി നൽകുമ്പോഴും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇന്നത്തെ ഭാരവാഹികൾ തമ്മിൽ അടികൂടുമ്പോൾ തോറ്റുപോകുന്നത് മലയാള സിനിമയുടെ ഒരുമയാണ്. തങ്ങളുടെ വ്യക്തിപരമായ അജണ്ടകൾ നടപ്പിലാക്കുവാൻ സംഘടന ഉപയോഗിക്കുന്നത് ഇന്നസെന്റ് എന്ന മനുഷ്യന്റെ ചരിത്രം എടുത്തു പറയേണ്ട ഒന്നാണ്. അധികാരം എങ്ങനെ വിനയത്തോടെ കൈകാര്യം ചെയ്യണമെന്നും പ്രതിസന്ധികൾ എങ്ങനെ ഒരു രക്ഷാധികാരിയാകണമെന്നും അദ്ദേഹം കാണിച്ചു തന്നിരുന്നു. ഒടുവിൽ അമ്മയ്ക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ അധപ്പതനം കാണുമ്പോൾ ഏതൊരു മലയാളികളുടെയും മനസ്സ് വിങ്ങും. കോടികളുടെ ആസ്തിയോ വലിയ ഓഫീസുകളോ ഉണ്ടായാൽ മാത്രം പോരാ, അതിനെ നയിക്കുവാൻ വലിയൊരു മനസ്സുകൂടി വേണം. ആ വലിയ മനസ്സിന്റെ പേരായിരുന്നു ഇന്നസെന്റ്. ഇന്നത്തെ ഈ നാറ്റക്കേസുകളും പരസ്യ തല്ലുകളും കാണുമ്പോൾ മലയാളികൾ ഒരേ സ്വരത്തിൽ പറയുക ഒന്നായിരിക്കും: ഇന്നസെന്റ് ചേട്ടാ, നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട് ഇങ്ങനെ തകരില്ലായിരുന്നു എന്നത്. ഇപ്പോഴത്തെ ഭാരവാഹികൾ ഈ അടിപിടികൾ നിർത്തി ആ വലിയ മനുഷ്യൻ കാണിച്ചു തന്ന സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും വഴിയിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ചരിത്രം നിങ്ങളെ ഒന്നും മാപ്പാക്കില്ല എന്നുമായിരുന്നു കുറിപ്പ്. അതേസമയം താരസംഘടനയായ അമ്മയിൽ പ്രസിഡന്റ് ശ്വേതാ മേനോനും ഭരണസമിതിയും ഒന്നടങ്കം രാജിവെച്ചതിന് പിന്നാലെ സംഘടനയെ നയിക്കാൻ അടിയന്തരമായി അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നടനും പാലക്കാട് MLA-യുമായ രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ 9 അംഗ കമ്മിറ്റിയാണ് താൽക്കാലികമായി ചുമതലയേറ്റിരിക്കുന്നത്. 4 മാസമാണ് അഡ്ഹോക്ക് കമ്മിറ്റിയുടെ കാലാവധി. ഈ കാലാവധിക്കുള്ളിൽ പുതിയ ഭരണസമിതിയെ കണ്ടെത്തുവാനുള്ള പൊതു തിരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് സംഘടന കടക്കും. ജനറൽ ബോഡി യോഗത്തിൽ ശ്വേതാ മേനോനും 17 അംഗ ഭരണസമിതിയും രാജിവെച്ചതിനെ തുടർന്ന് താൽക്കാലിക സമിതി രൂപീകരിക്കാൻ മുതിർന്ന നടൻ ജഗദീഷിനെ പൊതുയോഗം ചുമതലപ്പെടുത്തുകയായിരുന്നു. ജഗദീഷിന്റെ നേതൃത്വത്തിൽ നടന്ന ദ്രുതഗതിയിലുള്ള ചർച്ചകൾക്കൊടുവിലാണ് രമേശ് പിഷാരടിയെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. KB ഗണേഷ് കുമാർ, സിദ്ദിഖ്, കലാഭവൻ ഷാജോൺ, സുരേഷ് കൃഷ്ണ, ഡോക്ടർ റോണി ഡേവിഡ്, ആശ അരവിന്ദ്, കൃഷ്ണപ്രഭ, ദേവി ചന്ദന എന്നിവരാണ് അംഗങ്ങൾ. കാലാവധി 4 മാസമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും 1 വർഷത്തിന് ശേഷം നടക്കുന്ന അടുത്ത ജനറൽ ബോഡി വരെ തുടരാമെന്നതാണ് ധാരണയെന്നും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. താരസംഘടനയായ അമ്മയുടെ ചരിത്രം തിരുത്തി താക്കോൽ സ്ഥാനത്തിലേക്ക് എത്തിയ വനിതകളുമായി എത്തിയ ഭരണസമിതിയായിരുന്നു ശ്വേതാ മേനോന്റേത്. 1 വർഷം എത്തും മുൻപാണ് കൂട്ടമായി രാജിവെച്ച് ഇരിക്കുന്നത്. ഇപ്പോൾ പാവയാകാൻ പറ്റിയാലേ ഭരണവാഹിയായിരിക്കാനാകൂ എന്നും തന്നെ അതിന് കിട്ടില്ലെന്നും പറഞ്ഞായിരുന്നു ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. ആ സ്ഥാനം മാത്രമല്ല, പ്രാഥമിക അംഗത്വവും രാജിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ. തുടർന്ന് 17 അംഗ എക്സിക്യൂട്ടീവും ഒഴിഞ്ഞു. നിലവിൽ വൈസ് പ്രസിഡന്റും നിലവിലെ തർക്കങ്ങളിൽ പരാതിക്കാരിയുമായ നടി ലക്ഷ്മിപ്രിയയും പ്രാഥമിക അംഗത്വവും രാജിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ.